ശിവായ. ഹര ഹര ശിവശങ്കര ജയ ജയ ശിവശങ്കര. ഓം ഉമാമഹേശ്വര നമോ നമഃ. സജ്ജനങ്ങളെ, മഹാദേവനിലും സ്വയംഭൂസ്ഥാനിലും വിശ്വാസമർപ്പിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഏവർക്കും മഹാദേവന്റെ വലിയ അനുഗ്രഹങ്ങളും കൃപയും ഉണ്ടായിരിക്കുന്നതിലേക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും മഹാദേവന്റെ തന്നെ വലിയ കൃപയും അനുഗ്രഹവും ഉണ്ടായിരിക്കട്ടെ. അതിനായിട്ട് ഇവിടെ മഹാദേവ പ്രചാരക സംഘം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് ഒത്തിരി കാലമായിട്ട് പലരും ആവശ്യപ്പെടുന്നു, ഗുരുവിന്റെ ഒരു പ്രാർത്ഥന ഈ പ്രഭാഷണങ്ങൾക്കിടയിലുണ്ട്. അത് എല്ലാവരും നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ പുതിയ വർഷത്തിലേക്കും അതുപോലെ തന്നെ മറ്റു പലരും പുതിയ മാറ്റങ്ങളിലേക്കും എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുന്നതിന് വേണ്ടി ഇന്ന് ഗുരു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥന തുടങ്ങുന്നത് മുതൽ ഇത് കഴിയുന്നത് വരെ, ഇത് കേൾക്കുന്ന സമയത്ത് എപ്പോഴാണെങ്കിലും പൂർണ്ണമായിട്ടും ജീവിതത്തിന്റെ ഇതുവരെയുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് പൂർണ്ണമായി മഹാദേവനിൽ സമർപ്പിച്ചിരിക്കുന്നവർക്ക് അതിന്റെ ഫലമുറപ്പാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ അത് ജീവിതത്തിന്റെ ആയാസങ്ങൾ കുറയ്ക്കുന്നതാണെങ്കിൽ, അത് നിങ്ങളുടെ ബാധ്യതകൾ ഒഴിഞ്ഞു പോകുന്നതാണെങ്കിൽ, അത് നിങ്ങളുടെ രോഗങ്ങൾ ഭേദമാക്കുന്നതിന് വേണ്ടിയുള്ളതാണെങ്കിൽ ഭഗവാൻ അത് കേൾക്കും. വീട്ടിൽ ശിവലിംഗം വാങ്ങി വെച്ചിട്ടുള്ളവരോ ഭഗവാന്റെ ചിത്രമുള്ളവരോ അതിന്റെ മുന്നിലിരുന്ന് ഈ പ്രാർത്ഥനയിലേക്ക് ഒപ്പം കൂടാം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു തവണ ഇടയ്ക്ക് ഭഗവാന്റെ ശിവലിംഗ രൂപത്തിലോ ചിത്രത്തിലോ നോക്കുക. അതിനുശേഷം കണ്ണുകൾ അടച്ചുകൊണ്ട്, പൂർണ്ണമായി അടച്ചുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥന കേൾക്കുക മാത്രം ചെയ്യുക. നിങ്ങളിത് കേട്ടുകൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൻ്റെതായ ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഭഗവാൻ അനുഗ്രഹിക്കത്തക്ക വിധത്തിൽ ഗുരുവിടെ പ്രാർത്ഥിക്കും. നമുക്ക് ഭഗവാനിലേക്ക് ഒരുമിച്ചിരിക്കാം. ഗുരു ചില പ്രഭാഷണങ്ങളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ മനസ്സ് ഉരുകരുത്, കരയരുത്, സന്തോഷത്തോടു കൂടി നിങ്ങളെല്ലാവരും ഇപ്പോൾ അതിന് തയ്യാറാവുക. ഈ പ്രഭാഷണം തുടങ്ങുന്നതിന്, ഇത് കേൾക്കുന്ന സമയം മുതൽ തന്നെ നിങ്ങൾ എവിടെയാണോ ഭഗവാനെ ഭവനത്തിൽ വെച്ചിരിക്കുന്നത് അവിടെ ഇരിക്കാം. അല്ല യാത്രയിലുള്ളവർക്കോ അല്ല മറ്റെവിടെയെങ്കിലും ഉള്ളവർക്കോ മനസ്സിൽ ഭഗവാനെ സങ്കല്പിച്ചു തുടങ്ങാം. അത് മറ്റൊരു രൂപമായിട്ട് സങ്കല്പിക്കേണ്ട, ശിവലിംഗ രൂപമായി തന്നെ സങ്കല്പിച്ചാൽ മതി. ശിവലിംഗത്തിന്റെ മുൻഭാഗം ഭഗവാനായിട്ടും പിൻഭാഗം അമ്മ പാർവതിയായിട്ടും സങ്കല്പിക്കുക. അതിനെ ഒന്നായൊരു ശിവലിംഗമായി തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ ഒരു സ്ഥലത്ത് സ്വസ്ഥമായിട്ടിരിക്കുക. നിലത്തിരിക്കാൻ കഴിയാത്തവർക്ക് കസേരയിലോ എവിടെയാണോ നിങ്ങൾക്ക് സുഖകരമായ ഒരു ഇരിപ്പിടം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ സുഖമായി ഇരിക്കാൻ കഴിയുന്നത് ആ രീതിയിൽ തന്നെ ഇരിക്കുക. നിലത്ത് ഇരിക്കണമെന്ന് ഗുരു പറയുന്നില്ല, അതിന് കഴിവുള്ളവർ അങ്ങനെ ഇരിക്കട്ടെ. അല്ലാത്തവർക്ക് എവിടെയാണോ സ്വസ്ഥമായിട്ടിരിക്കുവാൻ കഴിയുന്നത് അങ്ങനെയുള്ള രീതിയിൽ കാലും കൈയുമൊക്കെ ഏത് രീതിയിൽ വെച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് ഇരിക്കാം. ഇരുന്നതിനു ശേഷം നിങ്ങൾ എല്ലാവരും കണ്ണുകൾ അടയ്ക്കുക. ഭഗവാന്റെ ശിവലിംഗ രൂപം മനസ്സിൽ ധ്യാനിക്കുക. ധ്യാനിച്ചതിനു ശേഷം രണ്ട് ചുണ്ടുകളും അമർത്തി പിടിച്ചുകൊണ്ട് മൂക്കിൽ കൂടി നിങ്ങൾ ഒരു തവണ ശ്വാസം അകത്തേക്കെടുക്കുക. അത് അകത്തേക്കെടുക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിൽ കണ്ട ആ ശിവലിംഗ രൂപവും കൂടി ഉള്ളിൽ പതിയത്തക്ക വിധത്തിൽ ധ്യാനിച്ച് ആ ശ്വാസത്തെ അകത്തേക്കെടുക്കുക. ഇപ്പോൾ ആ ശിവലിംഗ രൂപം നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. ഇനി മെല്ലെ മെല്ലെ ശ്വാസം പുറത്തേക്ക് വിടുക. ഇനി ഗുരു ഇവിടുന്ന് പ്രാർത്ഥന ചൊല്ലുന്ന സമയം ശിവായ നമ, ശിവായ നമ, ശിവായ നമ, ശിവായ നമ എന്ന് നിങ്ങൾ ആ ശിവലിംഗ രൂപത്തിന്റെ രൂപം മനസ്സിൽ നിന്ന് മായരുത്. അങ്ങനെ മായുന്ന സമയം മായാതെ തന്നെ നിങ്ങൾ അത് ഇവിടുത്തെ പ്രാർത്ഥന കേൾക്കുകയും ഒപ്പം ശിവലിംഗ രൂപത്തെ ധ്യാനിക്കുകയും ശിവായ നമ എന്ന് ചൊല്ലുകയും ചെയ്യണം. ഇടയ്ക്ക് മറ്റെന്തെങ്കിലും ജീവിത പ്രശ്നങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കയറി വന്ന് ശിവലിംഗ രൂപം നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയാൽ ശിവായ നമ എന്ന് ചൊല്ലുന്നത് നിർത്തിയതിനു ശേഷം
വീണ്ടും ചുണ്ടുകൾ അമർത്തിപ്പിടിച്ച്, കാരണം അത് വായിൽ കൂടി ശ്വാസമകത്തേക്ക് കയറാതിരിക്കുവാൻ വേണ്ടിയാണ്, മെല്ലെ ശിവലിംഗ രൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കഴിയുന്നതുപോലെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ഒരു 5 സെക്കൻഡ് അത് ഹോൾഡ് ചെയ്ത് വെച്ച് ആ ശിവലിംഗ രൂപം മനസ്സിലേക്ക് വീണ്ടും പതിയും. നിങ്ങൾക്ക് അത് അനുഭവത്തിൽ അറിയുവാൻ കഴിയും. വീണ്ടും ശ്വാസം മെല്ലെ വിടുക. പ്രാർത്ഥന ശ്രദ്ധിക്കുക. ശിവായ നമ, ശിവായ നമ, ശിവായ നമ എന്ന് ജപിക്കുക. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഹര ഹര മഹാദേവ, മമ ഗുരു മഹാദേവ നമസ്തുതേ. മമ മാത ഉമാമഹേശ്വരി നമസ്തുതേ. ഓം നമ ശിവായ, നമ ശിവായ, നമ ശിവായ, നമ ശിവായ, നമ ശിവായ. സ്വയംഭൂസ്ഥാനിൽ കൂട്ടി ഓരോ മനുഷ്യരുടെ മനസ്സിൽ സച്ചിന്തകളെ ഉണർത്തുവാനും അവരിലേക്ക് ജീവിതത്തെ ധൈര്യപൂർവ്വം നേരിടുന്നതിനും വേണ്ടിയിട്ട് അറിവായിട്ടും പ്രചോദനമായിട്ടും ഞങ്ങളിൽ വന്ന് വസിക്കുന്ന മഹാദേവ, ഞങ്ങളിൽ കൂടി ഇന്ന് ഈ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന, ഇത് കേൾക്കുന്നവരിലേക്ക് എത്തിക്കുന്ന ഈ പ്രാർത്ഥന അവർ സശ്രദ്ധം കേൾക്കുമ്പോൾ, അവർ മനസ്സിൽ അങ്ങയെ ധ്യാനിക്കുമ്പോൾ അവരുടെ ദോഷമല്ലാത്ത രീതിയിലുള്ള ആഗ്രഹങ്ങളൊക്കെയും അങ്ങയുടെ ഇഷ്ടപ്രകാരം നിറവേറ്റി കൊടുക്കുന്നതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. മഹാദേവ, അങ്ങ് കരുണാമയനാണ്, അങ്ങ് കാരുണ്യവാനാണ്, അങ്ങ് ഭക്തവത്സലനാണ്. അങ്ങ് തന്റെ ഭക്തന്മാരെ പുത്രന്മാരെ പോലെ സ്നേഹിക്കുന്ന കരുണാമയനാണ്, കാരുണ്യവാനാണ്. മഹാദേവ, അങ്ങയുടെ അനുഗ്രഹം ഇന്ന് ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ ജനങ്ങളുടെ മേലും ഉണ്ടാകുന്നതിനു വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഭഗവാനെ, ഭഗവാനെ, ഇന്ന് ഇപ്പോൾ ഈ അങ്ങ് തന്ന ഈ അറിവുകൾ ഈ ജനങ്ങളിലേക്ക് പകർന്നുകൊണ്ട് നല്ല ഉപദേശങ്ങൾ അവർക്ക് നൽകുകയും അത് മനസ്സാ സ്വീകരിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഈ സജ്ജനങ്ങൾക്കുമേൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകണമേ. ഭഗവാനെ, അവർ അങ്ങയിലേക്ക് അവരെ സമർപ്പിച്ചു കഴിഞ്ഞുവല്ലോ. ഭഗവാനെ, അവരുടെ കണ്ണുകൊണ്ട് കാണുന്നതും അവരുടെ കാതുകൊണ്ട് കേൾക്കുന്നതും അവരുടെ നാവ് കൊണ്ട് പറയുന്നതും അവരുടെ ശരീരം കൊണ്ട് പ്രവർത്തിക്കുന്നതും അവരുടെ പ്രവൃത്തി കൊണ്ടുണ്ടാകുന്നതുമായത് എല്ലാം അങ്ങയിലേക്കുള്ള പ്രാർത്ഥനയാകണമേ. കാരണം ഇവയെല്ലാം നിയന്ത്രിക്കുന്നത് അങ്ങാണ്. ഭഗവാനെ, ഈ പറഞ്ഞ ഒന്നിന്റെ മേലും മറ്റ് ഒരു ശക്തികൾക്കും അധികാരമുള്ളതല്ല, അത് മനുഷ്യനും അധികാരമുള്ളതല്ല, അത് മറ്റ് ഒരു ഊർജത്തിനും അധികാരമുള്ളതല്ല. ഭഗവാനെ ആശ്രയിച്ച് ഭഗവാനെ പിതാവായി കണ്ട് ഭഗവാനെ അപ്പനെ പോലെ സ്നേഹിക്കുന്ന ഈ പ്രിയ മക്കൾ അവർ അവരുടെ ശരീരവും മനസ്സും ആത്മാവും അങ്ങയിലേക്ക് സമർപ്പിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ ഇതിന്റെ എല്ലാം നിയന്ത്രണം അങ്ങയിലേക്കാണ്. ഭഗവാനെ, അതിൽ ദോഷമായതൊന്നും വന്നു ഭവിക്കരുതേ. ഭഗവാനെ, അവരുടെ നാവിൽ, അവരുടെ കണ്ണിൽ, അവരുടെ കാതിൽ, അവരുടെ ചിന്തകളിൽ, അവരുടെ ശരീരത്തിൽ, അവരുടെ പ്രവൃത്തികളിൽ ദോഷമായിട്ടുള്ള ഒന്നും തന്നെ വന്നു ഭവിക്കാതിരിക്കുന്നതിനു വേണ്ടിയിട്ട് മഹാദേവ, ത്രിഗുണാത്മകങ്ങളായ തൃശൂലത്തെ ധരിക്കുന്ന മഹാദേവ, ആ തൃശൂലത്തിന്റെ സംരക്ഷണം, അങ്ങയുടെ കയ്യിലിരിക്കുന്ന പിനാകമാകുന്ന തൃശൂലത്തിന്റെ സംരക്ഷണം, ഇനി പ്രാർത്ഥന കണ്ണുകളുടെ ചങ്ങയുടെ തിരുരൂപം മനസ്സിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന സകല പേരുടെ മേലും അങ്ങയുടെ ആ തൃശൂലത്തിന്റെ സംരക്ഷണം ഉണ്ടാകുന്നതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭഗവാൻ, ഈ പ്രാർത്ഥന അങ്ങ് ചെവിക്കൊള്ളുമെന്നും അങ്ങ് കാണുമെന്നും ഞങ്ങളുടെ ഈ പ്രാർത്ഥന എത്തേണ്ടവരിൽ എത്തുമെന്നും ഇന്ന് ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ അവർക്ക് വേണ്ട അനുഗ്രഹങ്ങൾ നൽകുമെന്നും ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഭഗവാനെ, ഭഗവാനെ, മഹാദേവ, അങ്ങ് ലോകത്തിന്റെ പിതാവാകുന്നു, അന്ന് സകല സൃഷ്ടികളുടെയും പിതാവാകുന്നു. അങ്ങയുടെ ആഗ്രഹത്തിന് ഒത്ത വിധമാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങ് ആഗ്രഹിക്കുന്നതല്ലാതെ ഇവിടെ ഒന്നും നടക്കുന്നില്ല, ഇവിടെ ഒന്നും ഉണ്ടാകുന്നില്ല, ഇന്ന് ഇവിടെ ഒന്നും തന്നെ ഇല്ലാതെയാകുന്നുമില്ല. ഭഗവാനെ, അനേകം പേർ അങ്ങയെ ഇപ്പോൾ അഭയം പ്രാപിച്ചിരിക്കുന്നു. അവർ ദുർമന്ത്രവാദങ്ങളിൽ നിന്നും ആഭിചാരങ്ങളിൽ നിന്നും
ചരടെഴുത്ത്, നൂല് ജപം, ഏലസു ജപം എന്നിവയിൽ നിന്നും ഒക്കെയും പിന്മാറിക്കൊണ്ട് അവർ ഭഗവാനിലേക്ക് അങ്ങയെ പൂർണ്ണമായി സമർപ്പിച്ചിരിക്കുകയാണ്. അവർ കള്ളം പറയുന്ന ജ്യോതിഷികളിൽ നിന്നും, അവർ കള്ളം പറയുന്ന പ്രവാചകരിൽ നിന്നും അവർ സത്യത്തെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഭഗവാനെ. അവർ അങ്ങയെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അങ്ങാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന ഏക ദൈവമെന്ന് അവർ അറിഞ്ഞിരിക്കുന്നു. അങ്ങില്ലാതെ ഈ ലോകമില്ലെന്നും ഓരോ മനുഷ്യനും ശ്വസിക്കുന്ന ശ്വാസം പോലും അങ്ങാണെന്നും വായുവിൽ പോലും അങ്ങാണെന്നും അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഭഗവാനെ, അങ്ങ് ഇതിൽ ഈ പ്രാർത്ഥന കേൾക്കുന്ന പലർക്കും ദർശനം നൽകിയിട്ടുണ്ടല്ലോ. ഭഗവാനെ, അങ്ങ് ഈ പ്രാർത്ഥന കേൾക്കുന്ന പലർക്കും, ഈ സ്വയംഭൂസ്ഥാനിൽ കൂടി പ്രാർത്ഥന കേൾക്കുന്ന പലർക്കും പ്രകാശമായി ദർശനം നൽകിയിട്ടുണ്ടല്ലോ. ഭഗവാനെ, അങ്ങ് ഈ പ്രാർത്ഥന കേൾക്കുന്നവരുടെ പലരുടെയും ഭവനത്തിൽ ഭസ്മത്തിന്റെ ഗന്ധം അനുഭവപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഭഗവാനെ, അങ്ങയിലുള്ള വിശ്വാസം അന്ധമല്ല, എന്നാൽ അങ്ങേക്ക് വെളിയിലുള്ള വിശ്വാസങ്ങളെല്ലാം അന്ധമാണ്. ആ അന്ധമായ വിശ്വാസത്തിൽ ഇതുവരെ കണ്ണുകൾ തുറക്കാതിരുന്ന ജനതകൾ ഇന്ന് കണ്ണുകൾ തുറന്നിരിക്കുന്നു. അവർ സത്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു. എന്റെ മഹാദേവൻ എന്റെ കൂടെയുണ്ടെങ്കിൽ ഈ ലോകത്ത് എനിക്കൊന്നിനെയും ഭയപ്പെടേണ്ടതില്ലെന്നും എനിക്ക് ആവശ്യമുള്ള സമയത്ത് നൽകുമെന്നും അവർ വിശ്വസിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള മഹാദേവനെ അവർ ആരാധിക്കുന്നു, അവർ സ്വീകരിച്ചിരിക്കുന്നു. മഹാദേവ, ഈ പ്രാർത്ഥന ഇവിടുന്ന് ഗുരു പറയുന്നുവെങ്കിലും, അവരുടെ ഗുരു അവർക്ക് വേണ്ടി പറയുന്നുവെങ്കിലും, ഈ പ്രാർത്ഥന ചൊല്ലുന്നത് ഇത് കേൾക്കുന്ന ഓരോ വ്യക്തിയുമാണ്. അവർ മഹാദേവനിൽ സമർപ്പിച്ചിരിക്കുന്നു. ഭഗവാനെ, ഭൂമിയില്ലാത്തവർക്ക് വേണ്ടി അങ്ങ് ഭൂമി ദാനമായി നൽകണമേ. ഭഗവാനെ, ഭവനമില്ലാത്തവർക്ക് വേണ്ടി അങ്ങ് ഭവനവും നൽകണമേ. ഭഗവാനെ, രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരുടെ രോഗത്തെ അങ്ങ് വൈദ്യനാഥനായി വന്നു മാറ്റണമേ. ഭഗവാനെ, സകല രോഗങ്ങളെയും ഭേദമാക്കുന്ന വൈദ്യനാഥനാണല്ലോ അങ്ങ്. ഭഗവാനെ, ചില ബുദ്ധിമുട്ടുകളാലും, ചില ശാരീരിക അവശതകളാലും, ചില പ്രായത്തിൽ വന്ന രോഗങ്ങളാലും, അല്ലെങ്കിൽ ചില മനുഷ്യരിലുണ്ടാകുന്ന പാരമ്പര്യമായി വരുന്ന രോഗങ്ങളാലും, അല്ലെങ്കിൽ ഈ ലോകത്ത് സഞ്ചരിച്ചതിന്റെ ഫലമായി തന്നിലുണ്ടാകുന്ന പാപകർമ്മങ്ങളുടെ ഫലമായി വന്ന രോഗങ്ങളാലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ മേൽ എന്റെ വൈദ്യനാഥ, സകല പേരുടെയും വൈദ്യനാഥനായി നിൽക്കുന്ന ഭഗവാനെ, അങ്ങ് മഹാവൈദ്യനായി വന്ന്, അങ്ങ് വൈദ്യനാഥനായി വന്നവരുടെ രോഗത്തെ ഭേദമാക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭഗവാനെ, ഈ പ്രാർത്ഥന അവിടുന്ന് കേൾക്കുമെന്ന് അടിയനും ഈ പ്രാർത്ഥന കേൾക്കുന്നവർക്കും വിശ്വാസമുണ്ട്. ഭഗവാനെ, ആ വിശ്വാസം തന്നെ അവരിൽ വൈദ്യനാഥനായി പ്രവർത്തിക്കണം. ഭഗവാനെ, ഇവിടെ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ചില വ്യക്തികൾക്ക്, അവർക്ക് ഭഗവാനെ സാമ്പത്തികമായി പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നു. ചിലർക്ക് കടബാധ്യതകളാണ് ഭഗവാനെ. അത് അവരുടേതായ കുഴപ്പം കൊണ്ടും അവരുടേതായ ബുദ്ധിമോശം കൊണ്ടും സംഭവിച്ചതാണ്. എന്നാൽ അവരിലേക്ക് നീർബുദ്ധി നൽകിക്കൊണ്ട്, അവരിലേക്ക് വിശേഷ ബുദ്ധി നൽകിക്കൊണ്ട് ആ ബാധ്യതകളൊക്കെയും തീർന്നു പോകത്തക്ക വിധത്തിൽ അവരെ അനുഗ്രഹിക്കണം. ഇനി അവർ ബുദ്ധിമോശം കാണിക്കാത്ത രീതിയിൽ, ഇനി അവർ ഭഗവാനെ വിശ്വസിച്ചുകൊണ്ട് തന്നെ നേർവഴിയിൽ കൂടി സഞ്ചരിക്കുന്ന രീതിയിലേക്ക് അവരിൽ പ്രകാശമായി, അറിവായി, വിശേഷമായ ബുദ്ധി നൽകി അനുഗ്രഹിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭഗവാനെ, അതുപോലെ തന്നെ പല അമ്മമാരും പഠന വിഷയങ്ങളിൽ കുഞ്ഞുങ്ങൾ പുറകിലാണെന്ന് പറയുന്നുണ്ട്. ഭഗവാനെ, അവർ അന്ധമായ വിശ്വാസത്തിൽ പല സ്ഥലങ്ങളിലും കൊണ്ട് പേനകൾ പൂജിക്കുന്നു. അന്ധമായ വിശ്വാസത്തിൽ അവർ പല സ്ഥലങ്ങളിലും പോയിരുന്നു പ്രാർത്ഥിക്കുന്നു. പക്ഷെ അതിലൊന്നും ഒരു കാര്യവുമില്ല. ഒരു കുഞ്ഞ് പഠിച്ച് അവൻ വലുതായി വരണമെങ്കിൽ അവൻ തന്നെ പഠിക്കണം. പക്ഷേ അവന് പഠിക്കുന്നതിനുള്ള ഒരു പ്രചോദനം, അവന്റെ ബുദ്ധിയിൽ ഒരു ശക്തി, അത് നൽകുന്നത് മഹാദേവനാണെന്ന് ഓരോ കുഞ്ഞിനും ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവൻ പഠന സമയത്ത് അവൾ പഠന സമയത്ത് ഭഗവാന്റെ പഞ്ചാക്ഷരി മന്ത്രം 5 തവണയെങ്കിലും ജപിച്ചുകൊണ്ട് ഭഗവാന്റെ ആ പഞ്ചാക്ഷരി മന്ത്രം 5 തവണയെങ്കിലും ജപിച്ചുകൊണ്ട് പഠനകാര്യങ്ങളിൽ ഇടപെടുന്നതിന് വേണ്ടിയിട്ട്, പഠനകാര്യങ്ങളിൽ ഇടപെടുമ്പോൾ ആ പഠനകാര്യങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് തന്നെ അത് ഹൃദ്യസ്ഥമാക്കുന്ന രീതിയിലേക്കും അവർക്ക് പഠിക്കുന്ന കാര്യത്തിൽ ധൈര്യം നൽകുന്നതിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്നു. ചില കുടുംബങ്ങളിലെ കെട്ടുറപ്പുകൾ തകർന്നിരിക്കുകയാണ്. ഭാര്യയ്ക്ക് ഭർത്താവിനെ വിശ്വാസമില്ല, ഭർത്താവിന് ഭാര്യയെ വിശ്വാസമില്ല, രണ്ടുപേർക്കും മറ്റു പലരിലുമാണ് വിശ്വാസം എന്നുള്ള രീതിയിൽ ഭഗവാനെ, അത്തരത്തിലുള്ളവരുടെ മേൽ ഭഗവാൻ പ്രവർത്തിച്ചുകൊണ്ട് അങ്ങ് പാർവതീപതയാണല്ലോ ഭഗവാനെ, അങ്ങ് ഏകപത്നീവ്രതനാണല്ലോ ഭഗവാനെ. എന്റെ മഹാദേവ, അങ്ങ് ആ കുടുംബങ്ങളിൽ ഇറങ്ങി വന്ന് അങ്ങ് കുടുംബനാഥനായി നിന്നുകൊണ്ട് അവരിൽ അനുഗ്രഹം ചൊരിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭഗവാനെ, അതുപോലെ തന്നെ മറ്റു പലരും അങ്ങയെ വിശ്വസിക്കുന്നു. ഭഗവാനെ, അങ്ങ് നല്ലൊരു തൊഴിൽ നൽകുമെന്നുള്ള വിശ്വാസത്തിൽ കഴിയുന്നു. ചില വ്യക്തികൾ അവർ നല്ലവണ്ണം തൊഴിൽ ചെയ്യുന്നവരായിരുന്നു. പക്ഷേ അവർ
അവരുടേതായ സമ്പാദ്യം മുഴുവൻ മറ്റു പലർക്കും അവർ തൊഴിൽ ചെയ്ത് ബന്ധുമിത്രാദികളെ സഹായിച്ചതുമൂലവും മറ്റും ഇന്ന് അവർ ആ ജീവിതത്തിന്റെ ആ ഒരു മധ്യവയസ്സിലേക്ക് എത്തിയിരിക്കുന്ന സമയത്ത് അവർക്കതൊന്നും കരുതി വെക്കുവാൻ കഴിയാതെ കുറച്ചു പേരുണ്ട് ഭഗവാനെ. അവർ ജോലിക്ക് വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നു. അത്തരത്തിലുള്ള ആൾക്കാർക്ക് അവർക്ക് ചെയ്യുവാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവർ മനസ്സിൽ അവർക്ക് ചെയ്യുവാൻ കഴിയുന്ന രീതിയിൽ തൊഴിൽ നൽകിക്കൊണ്ട് അവരുടെ ബുദ്ധിമുട്ടുകൾ മാറ്റുന്നതിന് വേണ്ടിയിട്ടും ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, ഭഗവാനെ, അങ്ങല്ലാതെ ഈ ലോകത്തിൽ യാതൊരുവിധ രക്ഷയ്ക്കും ആരുമില്ല. ഭഗവാനെ, കുഞ്ഞുങ്ങളില്ലാതെ, കുട്ടികളില്ലാതെ അനവധി കുടുംബം ഇന്ന് ബുദ്ധിമുട്ടിലാണ്. എന്നാൽ അങ്ങയോട് ഞങ്ങൾ ആ രീതിയിൽ പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അങ്ങ് അനേകം പേർക്ക് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. അതിവിടെ പറഞ്ഞിട്ടുമുണ്ട്. അതിന് ഭഗവാനോട് നന്ദി പറഞ്ഞിട്ടുമുണ്ട് ഭഗവാനെ. എന്നാൽ ഇപ്പോഴും ഒരു കുഞ്ഞ്, ഒരു തലമുറ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മേൽ ഭഗവാന്റെ അനുഗ്രഹം നൽകിക്കൊണ്ട് ഭഗവാനെ അങ്ങ് എന്നും കുന്നും മാർക്കണ്ഡേയന് 16 വയസ്സാണെന്ന് പറഞ്ഞുകൊണ്ട് മാർക്കണ്ഡേയനെ ആയുഷ്മാനാക്കി തീർത്തുകൊണ്ട്, ഒരു സത്പുത്രനാക്കി തീർത്തുകൊണ്ട്, ഒരു നല്ലവനാക്കി തീർത്തുകൊണ്ട് അങ്ങ് നല്ലൊരു ജന്മത നൽകിയല്ലോ. ഇതുപോലെ എന്റെ ഭഗവാൻ എത്രയോ നല്ല ജന്മങ്ങളെ നൽകിയിട്ടുണ്ട്. ഭഗവാന്റെ അനുഗ്രഹത്താൽ തന്നെ എത്രയോ മഹാന്മാർ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട് ഭഗവാനെ. അതുപോലെ അവർക്ക് ഈ കുടുംബത്തിൽ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് ഭഗവാൻ കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട് സ്വയംഭൂസ്ഥാനിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഭഗവാനെ. ഈ പ്രാർത്ഥനകളെല്ലാം അവർക്ക് കേൾക്കണം. ഈ വർഷം അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ അവർ ഭഗവാന്റെ സാന്നിധ്യം അറിയണം ഭഗവാനെ. അവർ ഭഗവാന്റെ കരുതൽ അറിയണം. എന്റെ മഹാദേവന്റെ ശക്തി എന്താണെന്ന് അറിയണം. നമ്മുടെ പിതാവിന്റെ, നമ്മുടെ മാതാവിന്റെ ആ ഒരു കരുതൽ എന്താണെന്ന് അവരറിയണം. ഈ ലോകത്തിന്റെ സമസ്ത ജനതകളുടെയും, ഇന്നു മുതൽ ജനിച്ചവരുടെയും, ഇന്ന് വരെ ജനിച്ചവരുടെയും, ഇനി ജനിക്കാനിരിക്കുന്നവരുടെയും ഒക്കെയും എല്ലാവരിലുമുള്ള ഊർജം ഭഗവാനാണെന്നുള്ള സത്യം തിരിച്ചറിയുന്നവർക്ക് ഭഗവാൻ നൽകുന്ന വലിയ അനുഗ്രഹം അവർ സാക്ഷ്യമാക്കി വിളിച്ചു പറയുന്ന രീതിയിൽ ഭഗവാൻ അവരിലേക്ക് വലിയ അനുഗ്രഹങ്ങളെ നൽകുന്നതിന് വേണ്ടിയിട്ട് മഹാദേവ പ്രാർത്ഥിക്കുന്നു. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഗുരുവിടെ ഓം നമഃ ശിവായ ജപിക്കുന്ന സമയത്ത് നിങ്ങൾ എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത്, ഭവനമില്ലാത്തവർക്ക് ഭവനവും, കടബാധ്യതകൾ മാറുന്നവർക്കതും, രോഗങ്ങൾ ബാധിച്ചിരിക്കുന്നവർക്ക് രോഗം ഭേദമാകുന്നതിന് വേണ്ടി വൈദ്യനാഥനായ മഹാദേവനെ സങ്കല്പിക്കുക. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് മനസ്സിൽ സങ്കല്പിക്കുക. അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ മനസ്സിൽ ധ്യാനിക്കുക, മനസ്സിൽ വിചാരിക്കുക. ഒപ്പം മഹാദേവന്റെ ശിവലിംഗ രൂപം മനസ്സിൽ ധ്യാനിക്കുക. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഭഗവാനെ, അവർ കൈകൾ കൊണ്ടും കാലുകൾ കൊണ്ടും, അവർ ബുദ്ധി കൊണ്ടും നാവ് കൊണ്ടും, അവരുടെ ശരീരം കൊണ്ടും, അവരുടെ വിഹിതങ്ങൾ കൊണ്ടും അവിഹിതം കൊണ്ടും ഒക്കെയും ചെയ്തിരിക്കുന്ന എല്ലാ തെറ്റുകളെയും പുറത്തുകൊണ്ട് ഭഗവാൻ അവർക്ക് മേൽ അനുഗ്രഹങ്ങളെ നൽകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കരചരണ കൃതം വാക്കായജം കർമ്മജം വാക് ശ്രവണനയനജം വാക് മാനസം വ അപരാധം വിഹിതം അവിഹിതം വ സർവമേയക്ഷമസ്വ ശിവ ശിവ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭു, 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 ശ്രീ മഹാദേവ ശംഭു. ഓം ഹര 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 ഹര. ഓം ശങ്കര 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 ശങ്കര. ഓം മഹാദേവ 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 മഹാദേവ. ഓം ഹര 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 ഹര. ഓം ഹര ഓം ഹര ഓം ഹര ഹര ഹര. ഓം ഹര ഓം ഹര ഓം ഹര 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 ഹര. മഹാദേവ മഹാദേവ മഹാദേവ. ഓം ജയ 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 ശങ്കര ശങ്കര. 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 ഓം ജയ സദാശിവ 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 സദാശിവ. ഓം ത്രിശൂലനാഥ 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 ത്രിശൂലനാഥ. ഓം ഹര 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 ഹര. ഓം ശങ്കര 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 ശങ്കര. ഓം ത്രിശൂലനാഥ 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 ത്രിശൂലനാഥ. ഓം ഭക്തവത്സല ഭക്തവത്സല ഭക്തവത്സല. ഓം കരുണാമയ 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 കരുണാമയ.
ഓം ശംഭവേ 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 ശംഭവേ. ഓം ഹര 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 ഹര. ഓം മഹാദേവ. ഓം ജയ ജയ മഹാദേവ. ഓം ഹര ഹര മഹാദേവ. ഓം ത്രിശൂലനാഥ. ഓം കൈലാസവാസ. ഓം സർപ്പധാരി. ഓം ഭസ്മഭൂഷണ. ഓം ഗംഗാധര. ഓം ജടാധര. ഓം ഉമാമഹേശ്വര നമോ നമഃ. ഭഗവാൻ എല്ലാ പേരിലും സർവ ഐശ്വര്യങ്ങളും തന്നുകൊണ്ട് വലിയ അനുഗ്രഹങ്ങളെ തന്ന് അനുഗ്രഹിക്കട്ടെ. ഓം നമഃ ശിവായ. ഉമാമഹേശ്വര ഭഗവാനേ, അഘോരമൂർത്തേ ഭഗവാനേ. ഉമാമഹേശ്വര ഭഗവാനേ, അഘോരമൂർത്തേ ഭഗവാനേ. ഉമാമഹേശ്വര ഭഗവാനേ, അഘോരമൂർത്തേ ഭഗവാനേ.